Okay, so we are going to discuss about different external hedging methods to hedge the foreign currency risk. So yesterday we have discussed about the internal hedging methods, right? So today we'll discuss about the external hedging methods. So the first one it is forward. So what we do in a forward contract, how we do the transaction in a forward contract. Our forward contract എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ forward contract rate എന്ത് ചെയ്ത് വെക്കും? In a forward contract we will fix the rate. നമ്മൾ rate fix ചെയ്യും for the future date. Is it clear? Forward contract എന്ന് പറയുന്നത് നമുക്കറിയാം because of the change in the exchange rate movement നിങ്ങൾക്ക് റിസ്ക് വരാം, ഗെയിൻ ഓർ ലോസ് വരാം. അപ്പൊ ആ ഗെയിൻ ഓർ ലോസിനെ നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ഇൻ ഫോർവേഡ് കോൺട്രാക്ട് വി വിൽ ഫിക്സ് ദ എക്സ്ചേഞ്ച് റേറ്റ്. നമ്മൾ എന്ത് ചെയ്യും? ആ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യും ഫോർ ദ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പൊ എനിക്കിപ്പോ ഒരു 300,000 യൂറോസ് റെസിപ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ 300,000 യൂറോസ് റെസിപ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? 300,000 യൂറോസിനെ നിങ്ങൾ how will you account for it? Can I reply in the chat? How will you account for that 300,000 euros? അത് റെസിപ്റ്റ് ആണ്. അപ്പോ ആ റെസിപ്റ്റിനെ ഫ്യൂച്ചർ ഡേറ്റിൽ എന്താണോ മേ ബി ആഫ്റ്റർ 3 months അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ആ കൺവേർട്ട് ചെയ്യുന്ന ആ ഡേറ്റിൽ ഫ്യൂച്ചറെ കൺവേർട്ട് ചെയ്യേണ്ട റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്തു. Is it clear everyone? So ഈ എക്സ്ചേഞ്ച് റേറ്റ് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ they will use a forward rate. ഇപ്പൊ 3 monthsന് ശേഷമാണെങ്കിൽ they will use a 3 months forward rate. ഫോർവേഡ് റേറ്റ് അവർ പ്രെഡിക്റ്റ് ചെയ്യും, മേ ബി യൂസിങ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി ആയിരിക്കും. സോ ആ റേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ആ റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫ്യൂച്ചർ ഡേറ്റിൽ ട്രാൻസാക്ഷൻ നടത്താം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇനിയും ഫ്യൂച്ചറിൽ എന്തായിക്കോട്ടെ എക്സ്ചേഞ്ച് റേറ്റ് അത് നമ്മളെ വറി ചെയ്യത്തില്ല. മനസ്സിലായോ? അനദർ അഡ്വാൻറ്റേജ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് റെസിപ്റ്റ് 300,000 ആണെങ്കിൽ ആ ഫുൾ 300,000 ഹെഡ്ജ് ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു മെയ്ഡ് ടു ഓർഡർ കോൺട്രാക്ട് ആയിരിക്കും നമുക്കത് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. സോ ഹിയർ മോസ്റ്റ് കേസസ് ഈ കൗണ്ടർ പാർട്ടി നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്ന ആളായിരിക്കും ബാങ്ക് ആയിരിക്കും. Is it clear? Yes, sir. അപ്പൊ ഒരു 100% ഹെഡ്ജ് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും? ഫോർവേഡ് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ ഹെഡ്ജ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എന്ന് പറഞ്ഞ ഫാക്ടർ എന്താണ്? എക്സ്ചേഞ്ച് റേറ്റ് മാറുമോ എന്നുള്ളതാണ്. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് മാറുന്നില്ല, വി ആർ ഫിക്സിങ് ഇറ്റ്. ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. ക്ലിയർ ആണോ? Yes, sir. Can you reply in the chat? Yes, sir. Can you reply in the chat? Yes, sir. Okay. സോ നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കൊരു 6 months പേയ്മെന്റ് ഉണ്ട് $150,000. ഓക്കെ, നിങ്ങളുടെ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത്
$0.51 to 0.53 and the Brazilian currency is BRL. So ഇതാണ് നിങ്ങളിപ്പം ബ്രസീലാണ് നിങ്ങളുടെ ഹോം കൺട്രി അസ്യൂം ചെയ്യുക. നിങ്ങളുടെ സ്പോട്ട് റേറ്റ് ഇതാണ്. Then 6 months premium is $0.06. So ഇതാണ് നിങ്ങളുടെ 6 months ശേഷമുള്ള റേറ്റ്. എത്ര വരും നിങ്ങളുടെ എക്സ്ചേഞ്ച് റേറ്റ്? So now first of all we have to predict the forward rate. So how will you predict the forward rate? We have to adjust for this premium. So ഈ premium adjust ചെയ്തേ എന്നിട്ട് forward rate കണ്ടുപിടിച്ചേ. So how will you account for this premium? How will you account for this premium? The receipt or payment on? Payment. So payment. Payment. .53 into 0.04 by 04 into 6 by 12. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു പേ ചെയ്യുന്നതാണ്. സോ പ്രീമിയം ആണ് തന്നേക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നേക്കുന്ന റേറ്റിൽ നിന്ന് എന്ത് ചെയ്യുക? ഓൾവേസ് സബ്ട്രാക്ട് പ്രീമിയം. ഇനി ചിലപ്പോൾ ഡിസ്കൗണ്ട് തരാം. 6 months ശേഷമുള്ള റേറ്റ് അവർ ഡിസ്കൗണ്ട് പോലെ തരാം. സോ ഡിസ്കൗണ്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ പ്രീമിയം ആണ്. സോ ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ഇറ്റ്? എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? 0.51 to 0.53 ആണ്. സോ ഇവിടെ ഡിസ്കൗണ്ട് ആണോ പ്രീമിയം ആണോ? പ്രീമിയം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? വി ഹാവ് ടു ഡിഡക്ട്. സോ മൈനസ് 0.06 to minus 0. എത്ര വരും വാല്യൂ? 0.45 or 0.49. How much it is? First one is 0.45. $0.45. You know? 0.49. 0.49. Okay. Last one. Continue. ലാഭനായിട്ട് കൊടുത്ത പിന്നെ പൈസ ലാഭനായിട്ട് കൊടുക്കാം. റേറ്റ് ഒന്നും പറഞ്ഞില്ല. ഇതൊരു ഫ്രണ്ടാണ് ആൽക്കേഷൻ. 1.8. So we have to adjust for that premium. അപ്പോൾ പ്രീമിയം ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. സോ നിങ്ങളുടെ ഫോർവേഡ് റേറ്റ് കിട്ടി എത്രയാണ്? 0.45 to 0.49 ഡിവൈഡഡ് ബൈ BRL. അപ്പൊ ഇതാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്? ഫോർവേഡ് റേറ്റ് എന്ന് പറയും. സോ ഈ ഫോർവേഡ് റേറ്റ് നമ്മൾ ഇനി അഡ്ജസ്റ്റ് ചെയ്യും. ഹൗ വിൽ യു അഡ്ജസ്റ്റ് ഫോർ ഇറ്റ്?
നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഇൻ ഡോളേഴ്സ് അല്ലേ? നമുക്ക് ഇതിനെ BR ആക്കാം. സോ ഹൗ വിൽ യു കൺവേർട്ട് ഇറ്റ്? വി ഹാവ് ടു ഡിവൈഡ് ആണോ മൾട്ടിപ്ലൈ ആണോ? നമുക്ക് ഇവിടെ ഏതാണ് ബേസ് കറൻസി? വാട്ട് ഈസ് ബേസ് കറൻസി ഹിയർ? ബേസ് കറൻസി BRL. അപ്പൊ അതാണ് സെക്കൻഡ് കറൻസി. അപ്പൊ ഡോളർ ആണ് ഫസ്റ്റ് കറൻസി. സോ വി ഹാവ് ടു കൺവേർട്ട് ഫ്രം ഫസ്റ്റ് കറൻസി ടു സെക്കൻഡ് കറൻസി. അപ്പൊ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ? Divide. വിൽ ഡിവൈഡ്. ഏത് റേറ്റ് യൂസ് ചെയ്യും? വിൽ യൂസ് 0.45 or 0.49? Higher rate. Higher rate. ഏതാണ്? 0.49 അല്ലേ? 0.49. എന്തുകൊണ്ട് 0.49 യൂസ് ചെയ്യുന്നേ? 0.49 എന്ന് പറഞ്ഞ ഇത് പേയ്മെന്റ് ആണ് അല്ലെ? അതെ. അപ്പൊ പേയ്മെന്റ് ആകുമ്പോൾ നിങ്ങളുടെ റിസൾട്ടിംഗ് ഫിഗർ എന്ത് ചെയ്യണം? ഹയർ ആയിട്ട് നിൽക്കണം. അപ്പൊ റിസൾട്ടിംഗ് ഫിഗർ ഹയർ ആയിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഏത് റേറ്റ് ഇട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ? 100 ഡിവൈഡ് ബൈ 10 എത്രയാണ്? 10. 100 ഡിവൈഡ് ബൈ 20 എത്രയാണ്? 5. അപ്പൊ നമ്മൾ ഏത് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിസൾട്ടിംഗ് ഫിഗർ കുറഞ്ഞത് അല്ലെങ്കിൽ കൂടിയത്? വലിയ ഫിഗറിനോട് ഡിവൈഡ് ചെയ്ത് കുറഞ്ഞു. അല്ല, നമ്മൾക്ക് കിട്ടുന്ന ആൻസറിന്റെ വാല്യൂ കുറയും. ഡിനോമിനേറ്റർ ഷുഡ് ബി ലോവർ. അപ്പൊ നമ്മൾ ഏത് യൂസ് ചെയ്യണം? പേയ്മെന്റ് ആണെങ്കിൽ ലോവർ റേറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, സോ എത്ര വരും വാല്യൂ? BRL എത്ര വരും വാല്യൂ? BRL എത്ര വരും വാല്യൂ? എത്ര വരും? 333,000. 333,333. 6 threes. 33,333.33. $333,333. അല്ലേ? ഇതല്ലേ? ഒരാളും കൂടി വരണം. ഒരു മിനിറ്റ്. 333. ആ 150. ആ ഇതാണോ വരുന്ന വാല്യൂ? എല്ലാവർക്കും കിട്ടിയോ? So this is how we'll do it for the forward contract. അപ്പൊ ഫോർവേഡ് കോൺട്രാക്ട് പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഫോർവേഡ് റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ പ്രെഡിക്റ്റ് ചെയ്യുക. ആ ഫോർവേഡ് റേറ്റ് പ്രെഡിക്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? You have to do the conversion. Clear ആണോ? ഈ പ്രീമിയം സബ്സ്ക്രൈബ് ചെയ്യാനല്ല, എന്താണ് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ റിസീപ്റ്റ് ആയിരുന്നെങ്കിൽ പ്രീമിയം ആണ് വന്ന് ആഡ് ചെയ്യാം. അങ്ങനല്ല. റിസീപ്റ്റ് പേയ്മെന്റ് അങ്ങനല്ല. നോർമലി നമ്മൾ ദിസ് ഇസ് ഹൗ ഇറ്റ്സ് എ പ്രീമിയം. ആ ഫോർവേഡ് കോൺട്രാക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രീമിയം ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പേ ചെയ്യേണ്ടതായിരിക്കും. സോ അതാണ് നമ്മൾ ആ റേറ്റിൽ നിന്ന് കുറയ്ക്കുന്നത്. ഡിസ്കൗണ്ട് ആണെങ്കിൽ ആഡ് ചെയ്യുക, അങ്ങനെ പഠിച്ചാൽ. അല്ല റെസിപ്റ്റ് പേയ്മെന്റ് അങ്ങനെയല്ല. ക്ലിയർ ആണോ? So that's how we'll do the situation for forward contract. അപ്പൊ forward contract എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It's like a contract through which we can fix the exchange rate for the future period. Clear ആണോ? അപ്പൊ ഇവിടുത്തെ ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺസ് നിങ്ങൾ ഈ പറഞ്ഞ കോൺട്രാക്ട് ഈ റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇത് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. Is it clear everyone? Yes sir. സോ ഇവിടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് പക്ഷേ റിസ്ക് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം എന്താണ് നമ്മൾ ഫ്യൂച്ചറിൽ
നമ്മുടെ റേറ്റ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. സോ ഇതിനെ നമുക്ക് ഈ ഒരു ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടി നമ്മൾ വേറൊരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യും. നിങ്ങൾ F9 ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ്? അതേതാണ്? വേറൊരു അറേഞ്ച്മെന്റ് എന്താണ്? ഈ പറയുന്ന ഫോർവേഡ് കോൺട്രാക്ടിന് ഡിസഡ്വാൻറ്റേജ് ഒക്കെ വെച്ചിട്ട് നമുക്കുള്ള വേറൊരു അറേഞ്ച്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് MMH അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഹെഡ്ജിങ്. മണി മാർക്കറ്റ് ഹെഡ്ജിങ്. സോ മണി മാർക്കറ്റ് ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ ത്രൂ ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്? കോൺട്രാക്ട്സ് എഗ്രി ചെയ്യുന്നത്. Let's say you have a foreign receipt. നമുക്കിപ്പോ ഒരു ഫോറിൻ റെസിപ്റ്റ് ഉണ്ട്. അപ്പൊ ഓൾറെഡി നമുക്ക് എന്തുണ്ട് അവിടെ? We have a asset അല്ലെ? ഫോറിൻ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ എന്തുണ്ട്? ഒരു അസറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യണം? We already have an asset. We have to create a liability. അപ്പൊ നമുക്കറിയാം മാച്ചിങ് റെസിപ്റ്റ്സ് ആൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മണി മാർക്കറ്റ് ഹെഡ്ജിങ്ങിന്റെ കേസിൽ അവിടെ ഓൾറെഡി നമുക്കൊരു റെസിപ്റ്റ് അല്ലെങ്കിൽ അസറ്റ് ഉണ്ട്. നമ്മളപ്പോ എന്ത് ക്രിയേറ്റ് ചെയ്യും? വിൽ ക്രിയേറ്റ് എ ലയബിലിറ്റി. എങ്ങനെയാണ് നിങ്ങൾ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? എനിക്കിപ്പോ 300,000 ആണ് റെസിപ്റ്റ് എന്നുണ്ടെങ്കിൽ ആ 300,000 എനിക്ക് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. സോ ദാറ്റ് എനിക്ക് ആ 300,000 കിട്ടുന്ന ദിവസം ഞാൻ പറയും നിങ്ങൾ ഈ ലോൺ അങ്ങ് റീപേ ചെയ്തോ. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യേണ്ട, നിങ്ങൾ അവിടെ തന്നെ നിങ്ങളുടെ ഓൺ കറൻസിയിൽ ഈ ലോൺ അങ്ങ് റീപേ ചെയ്തോളാൻ പറയും. അഡ്വാൻറ്റേജ് എന്താ? 3 months വരെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട പേയ്മെന്റ് കിട്ടാൻ അല്ലേ? ക്ലിയർ ആണോ? Is it clear guys? Yes, Yes, sir. നമുക്ക് പേയ്മെന്റ് എന്ന് തന്നെ കിട്ടും. അന്ന് ലോൺ എടുക്കുന്ന We'll ദിവസം receive the payment today. എന്തോ? Can you reply in the chat? Clear? Okay. അപ്പൊ നമുക്ക് ഇന്ന് പൈസ കിട്ടുമ്പോ കറക്റ്റ് ഞാൻ പോയിട്ട് 300,000 തന്നെ ലോൺ എടുക്കാൻ പറ്റുമോ? ഇല്ല. Let's say this payment receipts is after 6 months. അപ്പോ 6 months കഴിയുമ്പോൾ ആ ലയബിലിറ്റി എന്താവണം? 300,000 ആവണം. അപ്പൊ ഞാൻ ഇന്ന് പോയി 300,000 എടുത്തു കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ അത് ഇൻട്രസ്റ്റ് കൂടെ ചേർത്തിട്ട് എത്ര വരും? ഇറ്റ് വിൽ ബി ഹയർ ദാൻ 300,000 അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? ഇന്ന് ഞാൻ ലോൺ എടുക്കുമ്പോൾ I should take a loan after discounting for that interest rate. എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്? ആ ഫോറിൻ കറൻസിയിലുള്ള എന്റെ ബോറോയിങ് റേറ്റ് നോക്കട്ടെ. ഇപ്പൊ ഇവിടെ ഡോളർ ആയതുകൊണ്ട് US-ലെ ബോറോയിങ് റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റിനകത്തില്. ആ 6 months ബോറോയിങ് റേറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. ആ ബോറോയിങ് റേറ്റ് വെച്ചിട്ട് ഞാൻ ഡിസ്കൗണ്ട് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? Yeah. ഓക്കെ. സോ എന്നിട്ട് ഈ പൈസ നമ്മുടെ കയ്യിൽ കിട്ടി. ഇതിന് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾ സ്പോട്ട് റേറ്റ് വെച്ചിട്ട് വാല്യൂ കൊടുക്കണം. നമ്മൾ ഇതിനെ ഇന്ന് തന്നെ നമ്മുടെ രാജ്യത്തിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് തന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ? നമുക്കപ്പോ ഇവിടെ ഫ്യൂച്ചറിൽ വരുന്ന എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ്സ് നമ്മളെ അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ പൈസ അവിടുന്ന് ലോൺ എടുത്തു. അതിന് ലോൺ എടുത്തപ്പോൾ 300,000 ആഫ്റ്റർ ഡിസ്കൗണ്ടിങ് ഫോർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ലോൺ എടുത്തത്. അപ്പൊ 6 മാസം കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് എ റെസിപ്റ്റ്. അപ്പൊ ആ റെസിപ്റ്റ്സ് വെച്ച് നമുക്കിത് ഈ ലോൺ റീപേ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ?
ഇപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക നമ്മൾ ഈ കൺവേർഷൻ നടത്തുമ്പോൾ എപ്പോഴും ഏതിൽ വേണം കൺവേർഷൻ നടത്താൻ. ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ അവർ കൺഫ്യൂസ് ചെയ്യാൻ ഫോർവേഡ് റേറ്റ് ഒക്കെ തരും. പക്ഷെ നമ്മൾ ഏത് വെച്ചിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ? വി ഷുഡ് യൂസ് ദ സ്പോട്ട് റേറ്റ്. കാരണം നമ്മൾ സ്പോട്ടിലാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ സ്പോട്ട് റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഹോം കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ കൺവേർഷന്റെ റൂൾസ് എല്ലാം സെയിം ആണ്. ലൈക്ക് ഡിവൈഡ് ആണെങ്കിലോ മൾട്ടിപ്ലൈ ആണെങ്കിലോ റിസീപ്റ്റ്സ് ആണോ പേയ്മെന്റ് ആണോ എന്നുള്ളതനുസരിച്ച് ഹയർ റേറ്റ് ലോവർ റേറ്റ് ഒക്കെ നിങ്ങൾ എടുക്കുക. ആൻഡ് വൺസ് നമുക്ക് ഈ ക്യാഷ് കിട്ടിയത് നമ്മൾ ഇനി എന്ത് ചെയ്യും? അസ്യൂം ദാറ്റ് ഈ ഹോം കറൻസി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. എത്ര മാസത്തേക്കാ? 6 മാസം. ഫോർ 6 months. ആ 6 monthsലേക്ക് അപ്പൊ 6 monthsന്റെ ഡെപ്പോസിറ്റിംഗ് റേറ്റ് നോക്കുക. നമ്മുടെ ഹോം കറൻസിയിലെ 6 monthsന്റെ ഡെപ്പോസിറ്റിംഗ് റേറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്കപ്പോ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫോറിൻ റെസിപ്റ്റ്സിന്റെ. ക്വസ്റ്റ്യൻ ചെയ്തേ. സോ റെഫ്നന്റെ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് so do this question. So here is a foreign receipt. 6 months ശേഷമാണ് കിട്ടുന്നത്. So just try to do the calculation. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? First of all, we need to calculate the amount need to be borrowed in the foreign currency. ഇവിടുത്തെ നമ്മുടെ foreign currency ഏതാണ്? Is it dollars or peso? Peso. Foreign currency is pesos. Peso. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്തോ.
32532. 32,500. എല്ലാവർക്കും അതാണോ കിട്ടുന്നത്? Are you getting the same figures? Yes, sir. If you got the same figures, അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? We have to discount it using the rate. ഏതാണ് ഇവിടെ നമ്മൾ റേറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഏത് റേറ്റ് യൂസ് ചെയ്യും ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? 8%. Yes, borrowing rate of foreign country, but 8% per year ആണിത്. നമ്മൾ എന്ത് യൂസ് ചെയ്യണം? 6 monthsലേക്ക് യൂസ് ചെയ്യാം. So we have to discount that 500,000 at a rate of 4%. So എത്ര വരും വാല്യൂ? 480,769. 480,769. ഇത്രയും pesos വരും. So now we have to convert this pesos into Home currency. yes. We have to convert this pesos into foreign. So നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? Divided by 15. So here they have given the exchange rate. So we'll use the spot rate. It is 15 peso per $1. So it is base currency is dollar and the other one is first currency. So first currency to second currency we should divide and the exchange rate is given which is 15. So നമ്മൾ എന്ത് ചെയ്യുക? Divide ചെയ്യുക with 15. എത്ര വരും വാല്യൂ? 32051. $32051. So now we have to deposit this amount for how many months? 6 months in our home currency. എത്ര വരും വാല്യൂ? ഫൈവ് മന്ത്സിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും വാല്യൂ? 3 months, 6 months അല്ലല്ല, 3% ഉണ്ട്. Sorry, 6 months, yeah. Deposit rate of home currency is 3%. For 6 months, it will be 1.015. 5%. എത്ര വരും വാല്യൂ? That is 32,532. 32,532. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 32,500. So clear ആണോ? How to do the money market hedging? Nived, Dino, Yes, sir. and Yes, sir. okay. Then money market hedging and we do have money market hedging for
payments as well. So payments എങ്ങനെയാണ്? പേയ്മെന്റ്സ് നമുക്ക് കിട്ടേണ്ട പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോ റെസിപ്റ്റ്സിന് പകരം പേയ്മെന്റ് ആണെങ്കിൽ you already have a liability there. So in case of foreign payments, നമുക്ക് ഓൾറെഡി അവിടെ എന്തുണ്ടൊരു ലയബിലിറ്റി ഉണ്ട് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? ആ ലയബിലിറ്റിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു ക്രിയേറ്റ് എ അസറ്റ്. അപ്പൊ നമ്മൾ എങ്ങനെ അസറ്റ് ക്രിയേറ്റ് ചെയ്യും? ബൈ ഇൻവെസ്റ്റിംഗ് an amount which is equivalent to that liability. എന്ന് വെച്ചാൽ ഇപ്പം ഒരു 6 മാസമോ 3 മാസമോ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ നിങ്ങളുടെ ഫോറിൻ പേയ്മെന്റ്സ് അത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? 1 പ്ലസ് എന്ത് ചെയ്യണം? ഹോം കറൻസിത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. ബോറോയിങ് റേറ്റ് ചെയ്യോ ഡെപ്പോസിറ്റിംഗ് റേറ്റ് ചെയ്യോ? ഡെപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. സോ ഡെപ്പോസിറ്റ് ചെയ്ത് നോക്കുക. ഡെപ്പോസിറ്റിംഗ് റേറ്റ് അനുസരിച്ച് നിങ്ങൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് നോക്കുക. Okay, so first step is like you have to calculate what the amount needs to be deposited. So once you calculate the amount needs to be deposited, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ? We have to convert it to foreign currency, sorry, home currency. അപ്പോൾ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? Again, നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്പോട്ട് റേറ്റില്, so at spot rate will convert it to home currency. So this അപ്പോൾ നമുക്ക് മനസ്സിലാവും. So this actually the amount which you have converted, ഇത് നമ്മൾ എന്ത് ചെയ്യും? Home currency amount. So this is the amount we need to borrow from home. നമ്മൾ ഈ പൈസ എന്ത് ചെയ്യും? ആ കൺവേർട്ട് ചെയ്തിട്ട് കിട്ടുന്ന പൈസ ഇതാണ് നമ്മൾ ഹോമിൽ നിന്ന് ബോറോ ചെയ്യും. So when you are actually calculating the total cost, നമ്മുടെ total cost എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്? അപ്പോൾ the amount to be borrowed in home എന്താന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? അത്രയും നാളത്തെ ബോറോയിങ്ങിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടെ കൺസിഡർ ചെയ്യും. ക്ലിയർ ആണോ? So is it clear guys? So നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. So just do this question. So just do that question.
So do this question 271. So already അവിടെ ചെയ്തിട്ടുണ്ട്. So just go through it. So do this. ഈ അമ്പലത്തിലാണ് പോകുന്നത് പിള്ളേരെ കൊണ്ടുപോകുന്നത്. എപ്പോഴാ? എപ്പോഴാ?
So ചെയ്തോ എത്ര കിട്ടുന്ന വാല്യൂ? What's the value you'll get? 712219. 7122,195 ഇതിന് കിട്ടുന്നുണ്ടോ? Yes. All of you got the same figure? Okay, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഹെഡ്ജിങ് മെത്തേഡ്സ് പഠിച്ചു. അത് രണ്ടും വളരെ ബേസിക് ആണ്. ബട്ട് സ്റ്റിൽ ഈവൻ ദോ ഇറ്റ്സ് ബേസിക്, ചില സെറ്റിംഗ്സിൽ കൂടുതൽ ഹെഡ്ജിങ് മെത്തേഡ്സ് ഒന്നും ചോദിച്ചിട്ടില്ല. അവർ ആകെ ഈ പറയുന്ന ഫോർവേഡും മണി മാർക്കറ്റും ആണ് ചോദിച്ചത്. സോ നമുക്ക് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് ക്ലിയർ എവരിവൺ? The forward and money market hedging. Can you reply in the chat? Is it clear, guys? Clear, sir. Yes, sir. So next one we are going to discuss is about the options. Sorry, the futures. So what do you mean by futures? Have you heard about the future contracts? So in F9 we have to learn how the future works. So I hope you will have a bit of knowledge about the futures contract. So how it is different from forward contract? Can you make any kind of assumptions, or like do you have any kind of knowledge with respect to a currency future? Can you reply in the chat, guys? Do you know? Future. So what is a future contract? The future contract പറഞ്ഞാ എന്തോ ഡെയിലി ബേസിസിൽ നമ്മൾ എന്തോ ചെയ്യില്ലേ? ഡെയിലി ബേസിസിൽ നമ്മൾ ഡെയിലി ബേസിസിൽ പ്രൈസ് സെറ്റിൽ ചെയ്യുന്ന അങ്ങനെ എന്തോ. അല്ല, so let's assume that Futures standardized contract അല്ലേ? എന്നാടാ Futures എന്ന് പറയുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് കോൺട്രാക്ട് അല്ലേ? ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പയർഡ് ടു ഫോർവേഡ് കോൺട്രാക്ട് സ്റ്റാൻഡേർഡ് സൈസ് ഉള്ള കോൺട്രാക്ട്. ഇപ്പൊ നമുക്ക് 300,000 ഹെഡ്ജ് ചെയ്യണമെങ്കിൽ 300,000 ഒരു ഫ്യൂച്ചേഴ്സ് കാണത്തില്ല. ഫ്യൂച്ചേഴ്സ് ഒരു ഫിക്സഡ് പ്രൈസ്, ഫിക്സഡ് എമൗണ്ട് വരെ ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് വെച്ച് നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Okay. For example, if you assume that today is 1st January and you are a UK company, you need to make a payment of $10 million on 1st May. അപ്പൊ നമുക്ക് എന്താണ് കൺസേൺ? ഇന്ന് എത്രയാണ്? ജാനുവരി ആയുള്ളൂ. അപ്പൊ മെയ് ആകുമ്പോഴത്തേക്കും so exchange rate spot rate il maaruna anusariche it will result in a gain or loss. idendu read cheyum? If there is a change in the spot rate, നമ്മൾ അന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതൊന്നീ ഗെയിൻ അല്ലെങ്കിൽ ലോസ് വരും. ക്ലിയർ ആണോ? Sir. So futures means okay. So on 1st January ആണെങ്കിൽ I will set up this future. Okay. So let's say ഒന്നെങ്കിൽ buy future എന്നോ അല്ലെങ്കിൽ I will sell future എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് നിങ്ങൾ എൻ്റർ ചെയ്യും.
So it's like contract lending answer. It's like a contract where you will get a right or you will have an obligation to buy this currency at particular rate, maybe at $1.20, at $1, at ഈ എക്സ്ചേഞ്ച് റേറ്റ് ഞാൻ വാങ്ങിച്ചോളാമെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വിൽ സെറ്റ് അപ്പ് ഫ്യൂച്ചർ. ഇപ്പോൾ നീ ബൈ കോൺട്രാക്റ്റിൽ ഇറങ്ങാം, സെൽ കോൺട്രാക്റ്റിൽ ഇറങ്ങാം. സോ ഈ ബൈ കോൺട്രാക്റ്റും സെൽ കോൺട്രാക്റ്റും വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് ഒരു കാര്യം, സാർ ലൈക്ക് ബൈ കോൺട്രാക്ട് ആണെങ്കിൽ എല്ലാവർക്കും ഓക്കെ നമ്മൾ വാങ്ങാവുന്ന ഒരു കോൺട്രാക്റ്റിൽ ഇറങ്ങുന്നു എന്നുള്ള രീതി വരും. ഈ സെൽ കോൺട്രാക്ട് വരുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലാത്ത സാധനം നമ്മൾ എങ്ങനെ ആദ്യം തന്നെ സെല്ല് ചെയ്യും, ആദ്യം സെറ്റപ്പ് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യും. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? It's a contract that helps us to buy or sell currencies in future date. അല്ല നമ്മൾ ഫ്യൂച്ചറിൽ ഇത് വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ വേണ്ടിയിട്ടുള്ളൊരു കോൺട്രാക്ട് ആണിത്. The contract that gives the right or the obligation to buy this currency or sell this currency at a particular rate in future on the future date. അപ്പൊ നമ്മളല്ലാതെ ഒന്നും വാങ്ങുകയോ വിൽക്കുകയോ ഇവിടെ ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? സോ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്ന മനസ്സിലായോ? Yes, sir. Can you reply in the chat? അതിന്റെ ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? സെറ്റപ്പ് ചെയ്യുന്ന സാധനം നമ്മൾ ഇനി ക്ലോസ് ഔട്ട് ചെയ്യണം. നമ്മൾ എങ്ങനെ ക്ലോസ് ഔട്ട് ചെയ്യും? വിൽ യു ക്ലോസ് ഔട്ട് ദിസ് പൊസിഷൻ? നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റും ഈ കോൺട്രാക്ട്. അപ്പൊ നമ്മൾ ബൈ കോൺട്രാക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ എക്സിറ്റ് ഫ്രം ദ മാർക്കറ്റ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ബൈ കോൺട്രാക്ട് എടുക്കുന്ന ഈ ഫ്യൂച്ചർ നമ്മളിപ്പോ എന്ത് ചെയ്യത്? സെൽ കോൺട്രാക്ട് എടുക്കും. സോ ദാറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത ആ പൊസിഷൻ ക്ലോസ് ആവും. ആൻഡ് ഇപ്പൊ സെൽ എടുക്കുവാണെങ്കിൽ ഫ്യൂച്ചറിൽ അത് എന്ത് ചെയ്യും? ബൈ ചെയ്യും. സോ ദാറ്റ് പൊസിഷൻ വിൽ ഗെറ്റ് ക്ലോസ്ഡ് ഔട്ട്. അപ്പൊ ഇങ്ങനെ ബൈ ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും വഴി നമുക്ക് എന്ത് വരും? നമുക്കൊരു ഗെയിൻ വരും. ഈ ഗെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആക്ച്വൽ ട്രാൻസാക്ഷനിൽ വരുന്ന ലോസിനെ നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്യാൻ നോക്കും. സോ ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈയിങ് ടു ഡു ഇൻ എ ഫ്യൂച്ചർ കോൺട്രാക്ട്. ക്ലിയർ ആണോ? Is it clear, guys? Sir, actual transaction loss വരിക നമ്മൾ എങ്ങനെയാണ്? ഓക്കെ, നമുക്ക് ഇത് സംഭവം ഇതാണ് മെയിൻ സ്റ്റോറി. ഇതെന്ത് എങ്ങനെ സംഭവിക്കാൻ നമുക്ക് നോക്കാം. ലെറ്റ്സ് സേ ഇപ്പോ $1 മാർക്കറ്റിൽ ഇപ്പൊ 72 രൂപയാന്ന് വെച്ചു. സോ വി ഹാവ് ടു മേക്ക് എ പേയ്മെന്റ് ആഫ്റ്റർ 6 months. അപ്പൊ നമുക്കറിയാം $1 72 വെച്ചിട്ടാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. നമുക്ക് റിസ്ക് എന്തായിരിക്കും? 75 ആവുകയാണെങ്കിൽ നമുക്കത് റിസ്ക് ആയിരിക്കും അല്ലെ? ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ ലോസ്. ആക്ച്വൽ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് എന്തോ ഒരു ലോസ് വരും. ഇത് ക്ലിയർ ആണോ? Yes, sir. It will result in a loss in your actual transaction. ക്ലാസ്സിലാണോ? എന്റെ ഇല്ല, അമ്മച്ചിയുണ്ട്. So it will result in a loss. So ഈ ലോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ യു എക്സ്പെക്ട് ദാറ്റ് ഇൻ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് വിൽ ബി വേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ലോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? Just 1 minute. ലോസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ലോസിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫ്യൂച്ചർ കോൺട്രാക്ട് എൻറ്റർ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ബൈ ചെയ്യാം, സെല് ചെയ്യാം. So let's assume if the futures are available in dollars. നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആണ് in dollars. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഇപ്പൊ ഫ്യൂച്ചേഴ്സ് ഡോളേഴ്സിൽ അവൈലബിൾ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ?
ഓക്കെ, സോ ഫ്യൂച്ചേഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് ഡോളേഴ്സിൽ അവൈലബിൾ ആണെങ്കിൽ, ഡോളേഴ്സിൽ അവൈലബിൾ ആണെന്ന് വെച്ചോ, നോർമലി ഡോളേഴ്സിലാണ് അവൈലബിൾ. നമുക്കറിയാം അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് ഓർ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻസ് ഉണ്ട്. സോ ഫ്യൂച്ചേഴ്സ് ആർ അവൈലബിൾ ഇൻ ഡോളേഴ്സ്. അപ്പോൾ ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഫ്യൂച്ചറിന്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ പറയുന്ന ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡോളർ. ഡോളറിന്റെ വാല്യൂ മാർക്കറ്റിൽ മാറുന്ന അനുസരിച്ച് ഈ പറയുന്ന എന്തിന്റെ വാല്യൂ മാറും? ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ വാല്യൂ മാറും അല്ലേ? Can you reply in the chat? മാറും. Okay. So നമുക്കറിയാം ഏതായാലും ലോസ് വരുന്നത്. എന്തുകൊണ്ടാണ് ലോസ് വരുന്നത്? ബിക്കോസ് ഫ്യൂച്ചറിൽ ഡോളറിന്റെ വാല്യൂ കൂടുന്നു. ഡോളറിന്റെ വാല്യൂ കൂടുന്നുണ്ടല്ലോ. 72 രൂപയ്ക്ക് നിങ്ങൾ 75 രൂപ കൊടുക്കേണ്ടി വരുന്നത് അല്ലേ? അപ്പൊ അതപ്പോ നിങ്ങൾക്ക് ആക്ച്വൽ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് എന്താ അറിയാം? ഒരു ലോസ് വരുമെന്ന് അറിയാം. ഈ ലോസിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുവാണ്? We are trying to set off that loss using this derivative. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? We'll enter into future contract. ഈ buy or sell ആ സംഭവം ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഭാവിയില് ഈ പറയുന്ന ഫ്യൂച്ചർ കോൺട്രാക്ട്സിന്റെ വാല്യൂ എന്ത് ചെയ്യാൻ പോവാണ്? ഡോളറിനനുസരിച്ച്, ഡോളറിന്റെ മൂവ്മെന്റ് അനുസരിച്ച് മാറുമെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഭാവിയിൽ ഡോളറിന്റെ വാല്യൂ എന്താവാൻ പോവാണ്? കൂടാൻ പോവാണ്. അപ്പൊ ഇപ്പോഴത്തേക്കാളും ഭാവിയിൽ ഡോളറിന്റെ വാല്യൂ കൂടാൻ പോവാണ്. അപ്പൊ ഈ ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഈ ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ വാല്യൂ ഇപ്പൊ ലോവർ ആയിരിക്കും, ബട്ട് ഭാവിയിൽ അതിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഡോളറിന്റെ വാല്യൂ കൂടുമ്പോൾ ഈ ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ വാല്യൂ കൂടും അല്ലേ? Is it clear everyone? Yes, sir. Okay. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഫ്യൂച്ചേഴ്സ് നമുക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാന്ന് പറഞ്ഞു. സോ വിൽക്കാനും വാങ്ങാനുള്ള എഗ്രിമെന്റിൽ ഇറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ ഡോളറിന്റെ വാല്യൂ ഇന്ന് കുറവായപ്പോ ഞാൻ എന്ത് ചെയ്യാ? ഇന്ന് ഞാൻ ആ ലോവർ റേറ്റിൽ ഈ കോൺട്രാക്ട് ബൈ ചെയ്യാൻ ഒരു കോൺട്രാക്റ്റിൽ ഇറങ്ങാം. അപ്പൊ ബൈ ചെയ്യാനുള്ള കോൺട്രാക്ട് ഇറങ്ങുമ്പോൾ ആ റേറ്റ് എന്തായിരിക്കും? ലോ ആയിരിക്കും. ഫ്യൂച്ചറിന്റെ റേറ്റ് ലോ ആയിരിക്കും. മനസ്സിലായോ? കാരണം ഇന്ന് ഡോളറിന്റെ വാല്യൂ കുറവാണ്. ഇനി ഫ്യൂച്ചറിൽ ഡോളറിന്റെ വാല്യൂ കൂടുമ്പോൾ ഈ ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ വാല്യൂ കൂടും. അപ്പൊ ഞാൻ ഏത് കോൺട്രാക്റ്റിൽ ഇറങ്ങും? സെൽ കോൺട്രാക്റ്റിൽ ഇറങ്ങും. അപ്പൊ എന്താണല്ലേ എഫക്റ്റീവ്ലി ഞാൻ സെല്ല് ചെയ്യാൻ നേരം എനിക്കൊരു ഹയർ റേറ്റും കിട്ടും ഈ ഫ്യൂച്ചറിന്, ബൈ ചെയ്യാൻ നേരം അതിനൊരു ലോവർ റേറ്റും ആയി. സോ എഫക്റ്റീവ്ലി ഞാൻ ത്രൂ ഈ ബൈ ഓർ സെൽ ഞാൻ അവിടുന്ന് എന്ത് ജനറേറ്റ് ചെയ്തു? ഗെയിൻ ജനറേറ്റ് ചെയ്തു. ഈ ഗെയിൻ വെച്ചിട്ട് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ആക്ച്വൽ ട്രാൻസാക്ഷനെ ലോസ് നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് ഓഫ് ചെയ്യും. ക്ലിയർ ആണോ? Is it clear everyone? Yes, sir. അപ്പൊ ഇതാണ് ആക്ച്വലി ഫ്യൂച്ചർ കോൺട്രാക്ട്സ് നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ബൈ സെൽ, അപ്പൊ ഫ്യൂച്ചേഴ്സിൽ എപ്പോഴും ബൈ സെൽ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കാണും. അപ്പൊ നമ്മൾ ഇൻസ്റ്റലി സെറ്റപ്പ് ചെയ്യണം. അപ്പൊ ബൈ ആണോ സെല്ലാണോ, അല്ലെങ്കിൽ സെല്ലാണോ ബൈ ആണോ? ഈ പറയുന്ന ഹെഡ്ജിങ് സ്ട്രാറ്റജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മുടെ ഡോളറിന്റെ വാല്യൂ കൂടുവാണോ കുറയുവാണോ, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഏത് കറൻസിയിലാണ് അവൈലബിൾ നോക്കുക. സോ ഇവിടെ അത് ക്വസ്റ്റിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഫ്യൂച്ചർ ഒരു മിനിമം വാല്യൂ ഇപ്പൊ ഡോളർ 120,000 ആണ്, അല്ലെങ്കിൽ 10,000 ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? ഓക്കെ, സോ ദിസ് ഫ്യൂച്ചേഴ്സ് ആർ അവൈലബിൾ ഇൻ ഡോളേഴ്സ് എന്നാണ് മീൻ. ഓക്കെ, so with respect to the change in value, we have to frame the appropriate hedging strategy. Clear ano? Yes, sir. Is it clear, guys? Yes, sir. Yes, sir. Nived? Yes, sir. Yes, sir. അങ്ങനെയാണ് നമുക്ക് അതിനൊരു ക്വസ്റ്റ്യൻ ചെയ്യാം.
So what are the steps involved in future contract? അപ്പൊ ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ കാൽക്കുലേഷൻ എന്തൊക്കെ സ്റ്റെപ്സ് ആണ്? ഫസ്റ്റ് വൺ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് നമ്മുടെ ACC എക്സാംസ് പോലെ എപ്പോഴും ഒന്നും നമുക്ക് എല്ലാ ദിവസവും എക്സ്പയർ ആവത്തില്ല. ഒരു ഫ്യൂച്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന് എക്സ്പയറി ഡേറ്റ് എത്ര ആയിരിക്കും? 3 months ആയിരിക്കും. അപ്പോൾ there is March future, then June future, September future and December. and December future. അപ്പോൾ ഇങ്ങനെ 4 ഫ്യൂച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. മാർച്ച്, ജൂണ്, സെപ്റ്റംബർ, ഡിസംബർ. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ ഇതിൽ ഏത് ഫ്യൂച്ചറിൽ എൻട്രി ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതപ്പോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ലെറ്റ്സ് സേ നിങ്ങളുടെ പേയ്മെന്റ് ഡേറ്റ് 1st February ആണെങ്കിൽ ആ 1st February കഴിഞ്ഞ് തൊട്ടടുത്ത് എക്സ്പയർ ആവുന്ന കോൺട്രാക്ട് വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ ഇഫ് യുവർ പേയ്മെന്റ് ഓർ റിസീവ് ഡേറ്റ്, നിങ്ങളുടെ റിസീവ് ഡേറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ് ഡേറ്റോ ഏതാണ്, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് എക്സ്പയർ ആവുന്ന കോൺട്രാക്ട്. അപ്പൊ നമ്മൾ ഏതെടുക്കും? മാർച്ച് കോൺട്രാക്ട് എടുക്കും അല്ലെ? ഇപ്പൊ 1st May ആണെങ്കിലോ, അപ്പം എന്റെ പേയ്മെന്റ് ഡേറ്റോ റിസീവ് ഡേറ്റോ 1st May ആയിരുന്നെങ്കിൽ നിങ്ങൾ ഏത് കോൺട്രാക്ട് എടുത്തേനെ? സെലക്ട് ജൂൺ. അപ്പോ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കോൺട്രാക്ട് എടുക്കും എന്നുള്ളതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ആദ്യം തന്നിട്ടുണ്ടായിരിക്കും, ലൈക്ക് ഫെബ്രുവരി കോൺട്രാക്ട് എന്നോ അല്ലെങ്കിൽ മാർച്ച് കോൺട്രാക്ട് എന്നോ അങ്ങനെ ഓരോന്നും നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഏത് കോൺട്രാക്ട് ആണെന്ന് നോക്കുക. ദാറ്റ് ഈസ് മാർച്ച് ഓർ ജൂൺ ഓർ സെപ്റ്റംബർ ഓർ ഡിസംബർ, ഏത് കോൺട്രാക്ട് ആണ് നോക്കുക. സർ, ഫെബ്രുവരിയിൽ പേയ്മെന്റ് നടത്തേണ്ട സാധനമാണെങ്കിൽ മാർച്ചിലപ്പോ നമ്മൾ എടുത്തിട്ട് എന്താ കാര്യം? അപ്പൊ മാർച്ചിലത്തെ വെച്ചാൽ മാർച്ചിൽ നമുക്ക് എക്സ്പയർ ചെയ്യാം. ഇപ്പൊ ഇറ്റ്സ് ലൈക്ക് എ വാലിഡിറ്റി. നമുക്ക് 3 മാസത്തേക്ക് ഇപ്പം ഒരു കോൺട്രാക്ട് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ടിൽ മാർച്ച് എപ്പോ വേണമെങ്കിലും ബിഫോർ ഓൺ ദാറ്റ് ഡേറ്റ് ഓർ ബിഫോർ ദാറ്റ് ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാം? അത് എക്സൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇത് കാരണം ഇത് യൂറോപ്യൻ അല്ല. മനസ്സിലായോ? നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് ഈ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് നമുക്ക് ബിഫോർ ദാറ്റ് എക്സ്പയറി ഡേറ്റ് എന്ന് വേണമെങ്കിൽ എക്സ്പയർ ചെയ്യാം എന്നുള്ള ടൈപ്പിലത്തെ കോൺട്രാക്ട്. ക്ലിയർ ആണോ? Is it clear, guys? Yes, sir. അപ്പോ അത് എന്താണോ നിങ്ങളുടെ റിസീവ് ഡേറ്റ്, എന്താണോ പേയ്മെന്റ് ഡേറ്റ്, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് എടുക്കുന്ന എക്സ്പയർ ചെയ്യാം. സെക്കൻഡ് വൺ നിങ്ങൾ എന്ത് ചെയ്യണം? നൗ യു ഹാവ് ടു സെറ്റ് അപ്പ് ദ സ്ട്രാറ്റജി. സോ നിങ്ങൾ എങ്ങനെ സ്ട്രാറ്റജി സെറ്റപ്പ് ചെയ്യും? ദാറ്റ് ഈസ് ബൈ ഓർ സെൽ, അല്ലെങ്കിൽ ബൈ നൗ സെൽ ലേറ്ററോ അല്ലെങ്കിൽ സെൽ നൗ ബൈ ലേറ്റർ, ആ സ്ട്രാറ്റജി സെറ്റപ്പ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ഗൈസ്? Yes, sir. അപ്പൊ ആ സ്ട്രാറ്റജി നമ്മൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ. അപ്പൊ കോൺട്രാക്ട്സ് ഏതിലാണ് അവൈലബിൾ നോക്കുക. വിൽ ചെക്ക് ഇൻ വിച്ച് കറൻസി ദ കോൺട്രാക്ട്സ് ആർ അവൈലബിൾ. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺട്രാക്ട്സ് ഏത് കറൻസിയിലാണ് അവൈലബിൾ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ സെൽ ഓർ ബൈ അല്ലെങ്കിൽ ബൈ ഓർ സെൽ എടുക്കുന്നത്. നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ എപ്പോഴും സെറ്റപ്പ് ചെയ്യുമ്പോൾ there's a chance that ഒരിക്കലും നമ്മുടെ എത്രയാണോ റിക്വയർഡ് എമൗണ്ട് ടു ഹെഡ്ജ് അതിന് ഈക്വലന്റ് ആയിട്ട് അല്ലായിരിക്കും ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ്. ദർ ഇസ് എ കോൺട്രാക്ട് സൈസ്. കോൺട്രാക്ട് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് വെച്ച് എനിക്ക് മാക്സിമം ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്. അപ്പോൾ ഇപ്പൊ എനിക്കിപ്പോ ഒരു 500,000 ആണ് ഹെഡ്ജ് ചെയ്യേണ്ടതെങ്കിൽ ഒരു കോൺട്രാക്ട് ചിലപ്പോൾ ഒരു വെച്ചിട്ടൊരു കോൺട്രാക്ട് സൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 120,000 വല്ലതും ആയിരിക്കും. മനസ്സിലായി? അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ട് സൈസ് എന്ന് പറയും. So depends upon that contract size, we'll get to know that the number of contracts, നമ്മൾ എത്ര നമ്പർ ഓഫ് കോൺട്രാക്ട്സിൽ വേണം എൻ്റർ ചെയ്യാൻ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡിപ്പെൻസ് upon the contract size. ക്ലിയർ ആണോ? Yes, sir.
അതപ്പോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എന്താണ് നിങ്ങളുടെ എമൗണ്ട്, റെസിപ്റ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് എമൗണ്ട്, അത് ഡിവൈഡഡ് ബൈ ആ കോൺട്രാക്ട് സൈസ് ചെയ്യും. Then next one. ഇതാണ് അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഏത് കോൺട്രാക്ട് എടുക്കണം, എത്ര നമ്പർ എടുക്കണം എന്നുള്ളത്. Then calculate the gain or loss. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഗെയിൻ ആണോ ലോസ് ആണോ വരുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം പ്രശ്നം വരുന്നത്, നിങ്ങളിപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ഗെയിൻ വരുമെന്ന് പറഞ്ഞു. എപ്പോഴാണ് ഗെയിൻ വരുന്നത്? നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു ഡോളറിന്റെ വാല്യൂ കൂടും, അപ്പൊ നമുക്ക് ആക്ച്വൽ ട്രാൻസാക്ഷൻ ലോസ് വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് വന്നത്? ഇവിടെ ഹെഡ്ജിങ്ങിൽ ഗെയിൻ വന്നത് അല്ലേ? സപ്പോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് ആണ് നടന്നത്, ഡോളറിന്റെ വാല്യൂ കുറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഫ്യൂച്ചർ കോൺട്രാക്ട് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഫോർവേഡ് കോൺട്രാക്ട്. വൺസ് നിങ്ങൾ എൻറ്റർ ചെയ്താൽ പിന്നെ അത് എന്ത് ചെയ്യണം? ക്ലോസ് ഔട്ട് ചെയ്തേ പറ്റൂ. അപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഡോളറിന്റെ വാല്യൂ കൂടുമെന്നാണ്, അതനുസരിച്ചാണ് നിങ്ങൾ ബൈ സെൽ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി എടുത്തത്. അപ്പോ ഇഫ് ദ ഡോളർ ഈസ് വീക്കനിങ്, ഡോളർ ഫ്യൂച്ചറിൽ വീക്ക് ആവുകയാണെങ്കിൽ ലിറ്ററലി അപ്പൊ ഹെഡ്ജിങ്ങിൽ നിങ്ങൾക്ക് ഗെയിൻ ആണോ വരാൻ പോകുന്നത്, ലോസ് ആണോ വരാൻ പോകുന്നത്? ലോസ് ആണ് വരാൻ പോകുന്നത്. പക്ഷെ ആ ലോസ് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ബെയർ ചെയ്തേ പറ്റൂ. കാരണം ഇതെന്താണ്? ഒരു ഒബ്ലിഗേഷൻ പോലാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഫോർവേഡ് കോൺട്രാക്ട്. വൺസ് വി എൻറ്റർ ഇൻ ടു ഇറ്റ്, നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? അത് എക്സസൈസ് ചെയ്തേ പറ്റൂ. ക്ലിയർ ആണോ? സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് കാൽക്കുലേഷൻ. ഗെയിൻ ആണോ ലോസ് ആണോ വരുന്നതെന്ന് നോക്കുക. ദെൻ ഫൈനലി നമ്മുടെ ട്രാൻസാക്ഷന്റെ നെറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താണോ അന്നത്തെ റേറ്റ് പ്ലസ് ഈ പറയുന്ന ഗെയിൻ ഓർ ലോസ് കൊണ്ട് നമ്മൾ നെറ്റ് ഓഫ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ നെറ്റ് പേയ്മെന്റ് ഓർ റെസിപ്റ്റ്. അപ്പൊ എന്താണ് നമ്മുടെ നെറ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ നെറ്റ് റെസിപ്റ്റ് എന്ന് മനസ്സിലാവും. ക്ലിയർ ആണോ? Is it clear, guys? Yes, sir. അപ്പൊ ജസ്റ്റ് എങ്ങനെയാണ് അതിന്റെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ആ ഒരു സ്കെലിറ്റിൽ മാത്രമാണ് നമ്മൾ പഠിച്ചത്. സോ ഹൗ ഡസ് ദാറ്റ് ഫ്യൂച്ചർ വർക്ക്സ് ഓർ ഹൗ ഡസ് മണി മാർക്കറ്റ് ഹെഡ്ജിങ് വർക്ക്സ്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ബട്ട് എന്താണ് ഫ്യൂച്ചർ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടിയോ? ഇനിയും ഇതും ഓപ്ഷനും പഠിക്കാൻ വളരെ ഈസിയാണ്. ഇതേ കൺസെപ്റ്റ് ആണ് ഓപ്ഷനും. പക്ഷെ ആകെ വ്യത്യാസം വരുന്നത്, ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഈ പറയുന്നത് ക്ലോസ് ഔട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ആര് ഡിസൈഡ് ചെയ്യും? ഹോൾഡർ ഡിസൈഡ് ചെയ്യും. കാരണം ഞാനിപ്പോ പറഞ്ഞ പോലെ ഹെഡ്ജിങ്ങിൽ കൂടെ നമുക്ക് ഗെയിനും വരാം ലോസും വരാം. അപ്പൊ ഓപ്ഷന്റെ കേസിൽ വരുന്ന വ്യത്യാസം എന്താണ്? കറൻസി ഓപ്ഷൻസിന്റെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഗെയിൻ ആണെങ്കിൽ മാത്രമേ ഈ സംഭവം ക്ലോസ് ഔട്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ബൈ സെൽ സ്ട്രാറ്റജിയും സെൽ ബൈ സ്ട്രാറ്റജിയും എല്ലാം സെയിം ആണ്. അതെടുക്കുന്ന കൺസെപ്റ്റും എല്ലാം സെയിം ആണ്. അതേപോലെ ഇതിനും കോൺട്രാക്ട് സൈസ് ഉണ്ട്, ഇതെല്ലാം സെയിം ആണ്. പക്ഷെ അവസാനത്തെ സ്റ്റെപ്പ് വരുമ്പോൾ നിങ്ങൾ ക്ലോസ് ഔട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? വെദർ ഇറ്റ്സ് ആക്ച്വലി എ ഗെയിൻ ഓർ ലോസ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്ലിയർ ആണോ? ഏത് ഗെയിൻ ലോസ് ആണോ? എടാ നമ്മുടെ ഹെഡ്ജിങ്ങില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഡോളർ കൂടിയില്ലെങ്കിൽ ഇവിടെ ഒരു ലോസ് വരുമെന്ന് പറഞ്ഞില്ലേ ഫ്യൂച്ചേഴ്സിൽ? അപ്പൊ അതേപോലെ എന്തെങ്കിലും ലോസ് വരാം, ഓപ്ഷനിൽ ലോസ് വരാം. പക്ഷെ ഓപ്ഷന്റെ കേസിൽ ആ പറയുന്ന ലോസ് നമുക്ക് ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ്സ് ആൻ ഓപ്ഷൻ. അത് ക്ലോസ് ഔട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആര് തീരുമാനിക്കും? ഈ ഹോൾഡർ തീരുമാനിക്കും. മനസ്സിലായോ? Can you reply in the chat, guys? Yes, sir. Yes, sir. അപ്പൊ അതുകൊണ്ട് ഇതേ സെയിം കാൽക്കുലേഷൻ തന്നെ വരും. സോ ഓപ്ഷനും മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ എല്ലാം ഉണ്ട്. സെറ്റപ്പ് ബൈയും സെല്ലിനും പകരം ആകെ ഒന്ന് വ്യത്യാസം വരും. ദ ഓപ്ഷൻ ടു ബൈ നമ്മൾ എന്തെന്ന് പറയും? എന്തായിരുന്നു നമ്മൾ ഓപ്ഷൻ ടു ബൈക്ക് പറയുന്ന പേര്? കോൾ ഓപ്ഷൻ എന്നും. ഓപ്ഷൻ ടു സെല്ലിന് നമ്മൾ എന്തെന്ന് പറയും? പുട്ട് ഓപ്ഷൻ. അപ്പോ ഇവിടെ നിങ്ങളൊരു സ്ട്രാറ്റജി എടുക്കുമ്പോൾ ബൈ സെൽ എന്നുള്ളതാണെങ്കിൽ ഇവിടെ ബൈ സെൽ എന്ന് പറയുന്നതിന് പകരം അവിടെ എന്തെന്ന് പറയും? വിൽ എൻറ്റർ ഇൻ ടു കോൾ ഓപ്ഷൻ എന്ന് പറയും. ഇനി സെൽ ബൈ ആണ്, അപ്പൊ സെറ്റപ്പ് ചെയ്യുമ്പോൾ സെല്ലാണ് ആദ്യം വരുന്നതെങ്കിൽ നമ്മളിപ്പോ എന്ത് പറയും? വി ഹാവ് ടു എൻറ്റർ ഇൻ ടു പുട്ട് ഓപ്ഷൻ എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ കോൺട്രാക്ട് സൈസ് ഒക്കെ കണ്ടുപിടിക്കും. പക്ഷെ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ഗെയിൻ ഓർ ലോസ് വരത്തില്ല. കാരണം എപ്പോഴും എന്തേ വരത്തുള്ളൂ?
ഗെയിനേ വരത്തുള്ളൂ. ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആ കോൺട്രാക്ട് എക്സസൈസ് ചെയ്യത്തില്ല, നമ്മൾ ലാപ്സ് ചെയ്യും. ക്ലിയർ ആണോ? Yes. Is it clear everyone? Yes, Yes, sir. sir. Can you reply in the chat? Yes, sir. Then rate plus gain. പിന്നെ ഒരു കാര്യം കൂടെ വരും പ്രീ ഓപ്ഷൻ ആണെങ്കിൽ, ഓർ ലോസ് അല്ല, റേറ്റ് പ്ലസ് ഗെയിൻ ഒരു പ്രീമിയം കൂടെ വരും. എന്താണ്? ഒരു പ്രീമിയം കൂടെ വരും. എന്തിനാണ് പ്രീമിയം? കാരണം ഇത് എക്സസൈസ് ചെയ്യണോ വേണ്ടയോ എന്നൊരു ഓപ്ഷൻ നമുക്ക് ഹോൾഡർ തരുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഹോൾഡറിന് ഒരു ഓപ്ഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇനിഷ്യലി വി ഹാവ് ടു മേക്ക് എ പ്രീമിയം. നമ്മളൊരു പേയ്മെന്റ് കൊടുക്കണം. എന്ത് കൊടുക്കണം? വി ഹാവ് ടു മേക്ക് എ പ്രീമിയം പേയ്മെന്റ് അറ്റ് ദ സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ്. ക്ലിയർ ആണോ? Yes. Yes. അപ്പൊ ഇത് ഇത്രയാണ് ഓപ്ഷനിലോട്ട് വരുമ്പോൾ ഡിഫറൻസ്. അപ്പൊ ടെക്നിക്ക് എല്ലാം സെയിം ആണ്, സ്ട്രാറ്റജീസ് ബിൽഡപ്പ് ചെയ്യുന്നതെല്ലാം സെയിം ആണ്, പേരൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ബൈ എന്ന് പറയുമ്പോൾ അവിടെ കോൾ ഓപ്ഷൻ എന്ന് പറയും, ഇവിടെ സെൽ എന്ന് പറയുമ്പോൾ അവിടെ പുട്ട് ഓപ്ഷൻ എന്ന് പറയും. ദെൻ കാൽക്കുലേറ്റ് ഗെയിൻ ഓർ ലോസ് ഇല്ല, എന്ത് മാത്രം? ഗെയിൻ മാത്രം. ദെൻ റേറ്റ് എന്താണോ അന്നത്തെ ആ ഓപ്ഷന്റെ റേറ്റ് പ്ലസ് ഗെയിൻ, ഓർ ലോസ് അല്ല, എപ്പോഴും എന്ത് കൊടുക്കേണ്ടി വരും? നമുക്കൊരു ഓപ്ഷൻ ആകുമ്പോൾ എപ്പോഴും നമുക്കൊരു പ്രീമിയം പേ ചെയ്യേണ്ടി വരും. ഓൾവേസ് വി ഹാവ് ടു മേക്ക് എ പ്രീമിയം പേയ്മെന്റ്. എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ്സ് ആൻ ഓപ്ഷൻ. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഓപ്ഷൻ വി ആർ ഗെറ്റിംഗ് എ റൈറ്റ്. ഇത് എക്സസൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള റൈറ്റ് നമുക്ക് കിട്ടുന്നു. ക്ലിയർ ആണോ? Yes, sir. സോ ഇതാണ് നമ്മുടെ മെയിൻ ടെക്നിക്സ്. എന്തൊക്കെയാണ്? കറൻസി ഫ്യൂച്ചർ, കറൻസി ഓപ്ഷൻ, പിന്നെന്തുണ്ട്? Money market. മണി മാർക്കറ്റ്, ദെൻ ഫോർവേഡ് കോൺട്രാക്ട്. സോ ഇതിന്റെ ക്വസ്റ്റ്യൻസ്, ഫുൾ ഫ്ലെജ് ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ചെയ്യാം. സോ ഈ 4 സ്ട്രാറ്റജി ക്ലിയർ ആണോ? എക്സ്റ്റേണൽ ഹെഡ്ജിങ് മെത്തേഡ്സ്. Yes. ശരി, ഇതൊന്ന് നോക്കുക. അതിന്റെ കാൽക്കുലേഷൻസ് ഒരു ഫുൾ ഫ്ലെജ് ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് നാളെ ചെയ്യാം. Okay. Thank you, sir. ഓക്കെ.